ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാളാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 6 മണി ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കാകെ പോകാൻ വേണ്ടിയിട്ട് വേഗം തന്നെ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. കടയിലേക്ക് പോകണം, കട ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അധികം ക്ലിപ്സ് ഒന്നും ഇല്ല കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാൻ വെച്ചാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം എല്ലാവരും കൂടി കഴിഞ്ഞാൽ ഇടുന്ന വർത്താനം പറയലും ഓരോ കാര്യങ്ങൾ പറയലാണ് കേട്ടോ പണി. അപ്പോൾ അധികം ക്ലിപ്സും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല, ചെറിയ ക്ലിപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, എല്ലാവരും ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. മോനക്ക് നല്ല പനിയാണ് കേട്ടോ, അപ്പോൾ അവന് ഭയങ്കര വാശിയിലിരുന്ന്. അപ്പം ഇനി അവനെ ഒന്ന് കൊണ്ടുപോയി കിടത്തി ഉറക്കണം. എന്ത് പറഞ്ഞിട്ടും ചെറിയൊരു പനി വന്നാൽ തന്നെ മക്കൾ പിന്നെ മൂടൊക്കെ പോകും. അപ്പോൾ എന്തുകൊണ്ടും അവനൊരു പിന്നെ നേരത്തെ എണിക്കും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കായിരുന്നു. ഒരു 9 മണിയൊക്കെ ആയിട്ടാട്ടോ പിന്നെ ചായ കുടിച്ചത്. എല്ലാവരും ചായ കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടിരുന്നു കേട്ടോ. മക്കളൊക്കെ എണിച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിശക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായ കുടിക്കായിരുന്നു. അപ്പോൾ അത് തന്നെപ്പോൾ ഇന്നലെ വാങ്ങി കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോനാപ്പടി പപ്പടി സോനാ പപ്പടി. ഞാൻ ആദ്യമായിട്ടോ അത് കഴിക്കുന്നത്. അപ്പോൾ ഇക്ക വാങ്ങി തന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് ബിരിയാണിയാണ്. ഇന്ന് എല്ലാവരും വരും ഇവിടെ. താത്തയും അനിയത്തിയും ഒക്കെ ഇന്ന് വരും. അപ്പോൾ എല്ലാവരും കെട്ടിച്ച് വീട്ടിലാണല്ലോ. അപ്പോൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുകൂടും കേട്ടോ. ഇനി അവരൊക്കെ കുറച്ച് ദിവസം ഒരാഴ്ച ഉണ്ടാവും. ഞാൻ എന്തായാലും നാളെ പോകും. കാരണം തിങ്കളാഴ്ച മുതൽ കുട്ടികൾക്ക് എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ അതേപോലെ എല്ലാവരും ഓരോ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ബിരിയാണിയൊക്കെ റെഡിയായി. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടോ എല്ലാവരും വന്നത്. രാത്രിക്ക് ആണ് പിന്നെ അവരൊക്കെ ഉണ്ടായിരുന്നത്. അനിയത്തിയും ഹസ്ബൻഡും കുട്ടിയും ഉണ്ടായിരുന്നു, പിന്നെ താത്തയും കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. ദമ്മാവുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഫുഡും കാര്യങ്ങളും പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അടിച്ചു തുറക്കലും കാര്യങ്ങളും എല്ലാ പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എനിക്കും കൂടി എല്ലാ പണികളും കാര്യങ്ങളൊക്കെ കഴിച്ച് കുക്കിങ്ങിന് ഉമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൊണ്ട് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ എല്ലാ പണികളും ഇവിടെ ആകുമ്പോൾ അങ്ങനെയാണ്. കാരണം എല്ലാവരും ഉള്ള കാരണം എല്ലാവരും എല്ലാ പണിയും ഓരോന്ന് ചെയ്യും. അപ്പോൾ പിന്നെ വേഗം പണികൾ തീരുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എല്ലാം ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുളിപ്പിച്ച് കൊടുത്ത് എല്ലാ ഡ്രസ്സും രണ്ടാം പെരുന്നാളുടെ ഡ്രസ്സ് ഞാൻ ഒന്നാം പെരുന്നാൾക്ക് മീഷോന്ന് ഒരു തുണി വാങ്ങിയത് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണിയാണ് കേട്ടോ ഇത്. എനിക്ക് ഒരു ടോപ്പ് അടിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ മോൾക്കും ഒരു ടോപ്പ് അടിച്ചാണ് കേട്ടോ. ഇവൾക്ക് അത് കഴിഞ്ഞുള്ളൂ, മറ്റവൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റവൾക്ക് കൊടുക്കുക വെച്ചാൽ അവൾക്ക് ഇറക്കം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവൾക്ക് ഇതാക്കിട്ടോ. അപ്പോൾ അവനെ ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവളൊന്നും പിടിച്ചത് അവനക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അതാണ് മോകം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് അവർക്ക് വാരി കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു. വാരി കൊടുക്കൽ കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം പാസ്സാക്കൂട്ടോ. എല്ലാവരും കിടന്നിട്ട് ഒന്ന് ഉറങ്ങും. പെരുന്നാൾക്ക് മെയിനായിട്ടുള്ളൊരു പരിപാടി അതാണ്, നന്നായി കിടന്ന് ഉറങ്ങാം. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ വിചാരിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് എനിക്കും അവൾക്കും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാം, ടർഫിൽ പോയി ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കുക എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ 6 മണി വരെ ഞങ്ങളൊക്കെ കിടന്നുറങ്ങിയിട്ടോ. അത്ര ഉറക്കും. അപ്പോൾ 6 മണിക്ക് ശേഷമാണ് പിന്നെ താത്തയും കുട്ടികളും അനിയത്തിയും എല്ലാവരും വന്നത്. ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ടോപ്പ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ, നല്ല ഡിസൈനായിരുന്നു, നല്ല ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ അവളെ എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. അപ്പോൾ 6 മണിയൊക്കെ അതിനെ എണീക്കുമ്പോൾ അപ്പോൾ ലൈറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഫോട്ടോസൊന്നും എടുത്തില്ല. അപ്പോൾ കുട്ടീസൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഉമ്മ നല്ല അച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു. അപ്പോൾ താത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പം താത്തയുടെ മോളാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അനിയത്തിയും വന്നിട്ടുണ്ടായി. അനിയത്തി വന്നപ്പോൾ അവൾക്ക് ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്നിട്ട് കഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കുട്ടികളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അനിയത്തിയുടെ മോളാണ് കേട്ടോ ഇത്. അവളെ പെരുന്നാൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. അവൾ നല്ല സൈലൻ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും കൂടിയ ഒരു അടിപൊളി രസമാണ് കേട്ടോ. താത്താരും അനിയത്തിയോളും എല്ലാവരും ഒക്കെ ഉള്ളത് കുറച്ച് ദിവസമൊക്കെ നിൽക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു വൈബാണ്. കുറേ കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.